പെന്തക്കുസ്ത സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു, അവരുടെ മേൽ വന്നു നിറഞ്ഞു. വരദാനങ്ങളുടെ പ്രകടമായ പ്രവർത്തനം നമ്മിൽ നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആന്തരികമായ ഇന്ദ്രിയ തലങ്ങളുണ്ട്. ഈ ആന്തരിക ഇന്ദ്രിയത്തെ എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാമെന്നും എങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ വരദാനങ്ങൾ പ്രവർത്തിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന പഠനഭാഗങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കാം. പരസ്നേഹത്തിൻ്റെ മേഖല എത്രത്തോളം വരദാനങ്ങളുടെ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്നേഹമാകുന്ന ആ ചാനലിലൂടെയാണ് വരങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടത്. എന്തെല്ലാം വരങ്ങൾ നമുക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. വരദാനങ്ങളുടെ പ്രവർത്തനം നമ്മളിൽ നടക്കുന്നത്, പ്രകടമായ വരദാനങ്ങളുടെ അനുഭവവും പ്രവർത്തനവും നമ്മൾ ലഭിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ഏതെല്ലാമാണത്? കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. ഈ ബാഹ്യ ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ ആന്തരിക ഇന്ദ്രിയങ്ങളുമുണ്ട് നമുക്ക്. കണ്ണ്, ഉൾക്കണ്ണ്, ഉൾക്കാഴ്ച. ആ ഉൾക്കണ്ണുകളിലൂടെയാണ് നാം ദർശനം കാണുന്നത്, അല്ലേ? കണ്ണടയ്ക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകളിലൂടെ നാം കാണുന്നു. എന്ന പോലെ കാതുകൾ ബാഹ്യമായ ശ്രവണേന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും ദൈവസ്വരം ശ്രവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകളിലൂടെയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിന് ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കും. എന്ന പോലെ തന്നെ സ്പർശനേന്ദ്രിയം, ദൈവത്തിൻ്റെ സ്പർശനം ആന്തരികമായ നമ്മുടെ സ്പർശനേന്ദ്രിയത്തിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ബാഹ്യമായും അനുഭവിക്കാം. അപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിന് സമാന്തരമായി ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ആന്തരിക ഇന്ദ്രിയങ്ങളിലൂടെ വിശുദ്ധീകരണമാണ് വരദാനത്തിൽ വളരുന്നതിൻ്റെ മറ്റൊരു ഘടകം. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 12-ാം അധ്യായം 1-ഉം 2-ഉം വചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുക എന്നും 2-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി ആ വചനം ഏറ്റു പറയാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഉള്ളിൽ നവീകരണത്തിൽ ഏറ്റവും ആഴമായ അനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങണം. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ആന്തരിക മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സും ഈ ആന്തരിക ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നമ്മുടെ ആന്തരിക മനസ്സിന്റെ നവീകരണവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു.
ദൈവഹിതം എന്തെന്നും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ബോധ്യങ്ങൾ, ദൈവം നൽകുന്ന സന്ദേശങ്ങൾ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ നവീകരണം ഇന്ദ്രിയങ്ങളിൽ സംഭവിക്കണം, മനസ്സിൻ്റെ അബോധ പല തലങ്ങളിൽ സംഭവിക്കണം. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. കണ്ടോ, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ടാൽ മാത്രമേ വിശുദ്ധർക്ക് അവകാശമായി ദൈവം നൽകിയിരിക്കുന്ന അപരിമേയമായ ശക്തിയെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഒന്നുകൂടി ആ വചനം എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി ഏറ്റുപറഞ്ഞ് വായിച്ചേ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആത്മീയ നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. വിശ്വാസികളായ നമ്മിലേക്ക് വലിയ ഒരു ശക്തിപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തിപ്രവാഹത്തിൻ്റെ തോതെന്താണ്, കണക്കെന്താണ്? അപരിമേയമായ ശക്തി. വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹത്വം ദർശിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും? നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം കേട്ടതാണ്, എമ്മാവൂസിലേക്ക് നടന്നുപോയ ആ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നടന്നിട്ടും യേശുവിനെ അവർ കണ്ടോ? അവർ ബാഹ്യനേത്രങ്ങളിൽ കണ്ടുകൊണ്ടാണ് നടന്നത്. എന്നാൽ എമ്മാവൂസിൽ വെച്ച് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞ്, അവർ അവനെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. എടാ, ഇത് നമ്മള് 2-3 ദിവസം മുമ്പ് കണ്ട് അവര് കുരിശിൽ തല്ലിക്കൊന്ന കർത്താവ് ഇതാ ഉയർത്ത് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ആ കർത്താവ് ഇതാ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന്, കർത്താവ് ജീവിക്കുന്നു. അപരിമേയമായ ശക്തിയുടെ മഹനീയത ഒരു നിമിഷം കൊണ്ട് അവർക്ക് തിരിച്ചറിവുണ്ടായി. ഈ 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർക്കിത് മനസ്സിലായില്ല. ഇവിടെയാണ് അഭിഷേകവും ശക്തിയും ഇത്തരത്തിലുള്ള ആന്തരികമായ ഉൾക്കാഴ്ച, ആന്തരിക ഉൾക്കണ്ണുകളുടെ തുറക്കൽ
ഈ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി കൂടി ഇത് വായിക്കാം. എന്താണ് ആ ശക്തി? എന്താണ് ആ ശക്തി? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും എല്ലാവരും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. എന്താണ് ആ അപരിമേയമായ ശക്തി? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ശക്തി. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ദൈവത്തിന്റെ. അപ്പോ ഉയർപ്പും അതിനുശേഷം ഉണ്ടായ സ്വർഗാരോഹണം ഒന്ന് ഭാവനയിൽ കാണാമോ? യേശു ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ പോകുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർ കണ്ടു. ഏത് ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചത്? ആ ശക്തിയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്ന ശക്തി. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ശക്തിയെ പ്രവഹിക്കുകയാണ്. വിശ്വാസികളായ ഈ ശക്തിക്ക് വേണ്ടി ദാഹിക്കുക, ഈ ശക്തിക്ക് വേണ്ടി ദാഹിക്കുക. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇന്നലെ വരദാനങ്ങൾ എന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ പ്രവർത്തനം, പ്രകൃതിയും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഈ സൃഷ്ടിജാലങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, അതും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പ്രപഞ്ചത്തിൽ ദൈവം കൊണ്ടുവന്നത് പ്രകൃത്യാതീതമായ ശക്തി വിശേഷത്തിലൂടെ ഈ പ്രകൃതിയെ മുഴുവനും രൂപാന്തരപ്പെടുത്തുന്ന, ടു റീക്രിയേറ്റ്, ഈ പ്രകൃതിയെ മുഴുവനും രൂപാന്തരപ്പെടുത്തിയ ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന ശക്തിയാണ്. എല്ലാ മനുഷ്യരെയും, സകല ജനതയെയും, പ്രപഞ്ചത്തെ മുഴുവനും പുതിയതാക്കുന്ന ശക്തിയാണത്. അപ്പോൾ ഈ ശക്തിയുടെ വാഹകരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകർ. ഈ ശക്തിയുടെ വാഹകരാണ്. അപ്പോൾ ആ ശക്തി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന്, അതിൻ്റെ പാലകരായിട്ട്, അതിൻ്റെ സ്റ്റീവാർഡ്സ്, കാര്യസ്ഥരായിട്ട്, ആരാണ് ആ ശക്തിയുടെ, ആ വരദാനങ്ങളുടെ കാര്യസ്ഥന്മാരാണ് നമ്മൾ, ഉടമകളല്ല. എവിടെയാ എഴുതിയിരിക്കുന്നത്? പത്രോസ് 1 പത്രോസ് 4 4:10. ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. എല്ലാവരും ഏറ്റു പറഞ്ഞേ. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ വരദാനങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ വരദാനങ്ങളുടെ ഉടമസ്ഥരാണോ? മറിച്ച് നമ്മൾ കാര്യസ്ഥരാണ്. എന്താ കാര്യസ്ഥനും ഉടമസ്ഥനും തമ്മിലുള്ള വ്യത്യാസം? കാര്യസ്ഥന് ഇതിൻ്റെ അവകാശമില്ല.
അവൻ നടത്തിപ്പുകാരൻ മാത്രമാണ്. അവനൊരു വാച്ച്മാൻ പോലെയാണ്. ഉടമസ്ഥാവകാശം നമ്മുടേതാണോ? അത് എപ്പോഴും മനസ്സിലാക്കാം. എനിക്ക് ഈ വരമുണ്ട്, എനിക്ക് ഈ വരദാനമുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് ഈ സിദ്ധിയുണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുക. ഇത് എൻ്റെ കഴിവല്ല, ഞാൻ അതിൻ്റെ ഒരു കാര്യസ്ഥൻ മാത്രമാണ്. കാര്യസ്ഥൻ. ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എല്ലാ ദിവസവും ഇന്ദ്രിയങ്ങൾ അശുദ്ധമാകുന്ന സാഹചര്യമാണ് നമ്മുടേത്. നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ചുമ്മാ റോഡിലൂടെ നടന്നാൽ മതി, ഇല്ലേ? പല അശുദ്ധമായ ചിത്രങ്ങളും മാഗസീനുകളും പത്രങ്ങളും ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോഴെല്ലാം ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അശുദ്ധി പടരുകയാണ്. കേൾവിയിലൂടെ, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ, എന്തോരം തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു റീഡിങ് ഹാബിറ്റ് ഉള്ളതാണ്. നമ്മളിങ്ങനെ രാവിലെ ആ പത്രം ഒന്ന് വായിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. പത്രം തുറന്നാൽ കാണുന്നത് ഗുഡ് ന്യൂസ് ആണോ? പത്രം തുറന്നാൽ എന്താ കാണുന്നത്? എല്ലാം ഇന്നോടത്ത് ഇത്ര കൊലപാതകം, ആ കൊലപാതകം, ഈ കൊല, ഇങ്ങനെ നമ്മുടെ അതൊരു റിയാലിറ്റിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതെല്ലാം നമ്മളിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കലരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ക്യാമറ ഇവിടെ നടക്കുന്നതെല്ലാം അതിൻ്റെ ഫിലിമിൽ ആലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്യാമറയ്ക്ക് അറിഞ്ഞുകൂടാ അതിനകത്ത് എന്ത് ശരിയാണ് എന്ത് തെറ്റെന്നുള്ളത്, ഇല്ലേ? എന്ന പോലെ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ആന്തരിക നേത്രങ്ങളിൽ നമ്മളിൽ ഒരു ഡാറ്റ സ്റ്റോറേജ് ആയിട്ട് ഇങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു പ്രോസസ്സാണ്. അതിൽ നല്ലത് ഏതെന്ന് തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ളതിനെ തിരസ്കരിച്ച് വിശുദ്ധീകരിക്കണം. ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. അത് ആന്തരിക പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. എല്ലാവരും ഇതേറ്റ് പറഞ്ഞേ, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഒരു കരം ഉയർത്തി ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞേ, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കിപ്പോൾ ഒരു പ്രത്യാശയുണ്ടോ? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള പല ബോധ്യങ്ങളും, തെറ്റായിട്ടുള്ള ചിത്രങ്ങളും, തെറ്റായിട്ടുള്ള ശബ്ദങ്ങളും എല്ലാം പിതാവിനാൽ നടാത്തതാണെങ്കിൽ അത് പിഴുതു മാറ്റാൻ പറ്റുമോ? എന്താ എല്ലാവരും ഒന്നും പറയാതെ? ഇതാണ് ആദ്യം ഉണ്ടാകേണ്ട ബോധ്യം. ഈ ലോകത്തിലുള്ളത് മുഴുവനും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പിതാവിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ടുള്ളത് നമ്മൾ എടുത്ത് കളയണം. അതിനാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ വിശുദ്ധീകരിക്കണേ. മിശിഹായുടെ ദിവ്യാത്മാവേ, ഉണ്ടോ? ഇത് നമ്മൾ ട്രഡീഷണലായിട്ടൊരു പ്രാർത്ഥനയാണ്. മിശിഹായുടെ ദിവ്യാത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ എന്താണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? പിതാവിനാൽ നടാത്തതായ ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടുന്നു. പിതാവിനാൽ നട്ടതോ അതവിടെ ഇരിക്കും, അത് പിഴുതു മാറ്റപ്പെടുകയില്ല. അപ്പൊ എല്ലാ ദിവസവും ആന്തരിക ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിച്ചാൽ മാത്രമേ വരദാനങ്ങൾ വളരാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഒരു പ്രാർത്ഥനാനുഭവ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. 7 ദിവസത്തെ ധ്യാനമായിരുന്നു അത്, ഉത്തരേന്ത്യയിൽ വെച്ച്. അപ്പം അതിൽ
വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ആരും സംസാരിക്കരുത്. പ്രാർത്ഥനയുടെ വലിയ മേഖലകളിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ദൈവവുമായിട്ടുള്ള ലയനത്തിലൂടെ നമ്മൾ ശക്തമായ പ്രാർത്ഥനാനുഭവത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതെന്താ പറയണത്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്ന് ഇല്ല, പറ്റുന്നില്ലെന്നേ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അങ്ങനെയും ഉണ്ട് അനുഭവം, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാത്ത അനുഭവം. അപ്പൊ ഞാൻ ആദ്യം അതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഈ കുട്ടി എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി, എന്നെ ഒന്ന് സഹായിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചെടുത്ത് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഇങ്ങനെ ഒരു ദർശനത്തിൽ കാണുകയാണ്, അവൾ ആരോടോ സംസാരിക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കരുന്നല്ലേ പറഞ്ഞേക്കണത്, ആരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ സംസാരിച്ചേ? അത് ഞങ്ങളുടെ ദേശത്തുനിന്ന് വന്ന ഒരു ഉന്നത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്നോട് സ്പോണ്ടേനിയസ് ആയിട്ട്, നീ ഇവിടെ എന്ത് ചെയ്യണു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രേ സംസാരിച്ചുള്ളൂ. എന്താ സംസാരിച്ചത് നിങ്ങൾ? അപ്പോൾ അവളിങ്ങനെ റിക്കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എന്താ നീ ഇവിടെ ചെയ്യണേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ 7 ദിവസത്തെ പ്രാർത്ഥനാ ധ്യാനം. ഓ, ഒരുപാട് പ്രാർത്ഥിച്ച. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരുപാട് പ്രാർത്ഥിച്ചാൽ തലയ്ക്ക് വട്ടുപിടിക്കൂട്ടാന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ നീ വേറെ എന്തെങ്കിലും ചിന്തിച്ചു? എൻ്റെ അമ്മ ഇതേമാതിരി പറയാറുണ്ട്. ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കും, അമ്മ പറയും, നീ ഇനി പ്രാർത്ഥനയൊക്കെ നിർത്തി വന്ന് ജോലി ഒരുപാട് പ്രാർത്ഥിച്ചാൽ വട്ടുപിടിക്കുന്നു. അപ്പൊ അവള് വേറൊരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ അടുത്ത വീട്ടിലൊരു പയ്യന് വട്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഇതെല്ലാം അവിടെ കണക്റ്റായി. ഒന്ന്, ഈ വ്യക്തി പറഞ്ഞു, ഈ വ്യക്തി ഒരു തമാശ പറഞ്ഞതായിരിക്കാം, ഒരുപാട് നീ പ്രാർത്ഥിച്ച തലയ്ക്ക് വട്ടം. ഒരു അർത്ഥമില്ലാണ്ട് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയുമല്ലോ, വേറെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ ഒരു വ്യർത്ഥവാക്ക്. ഈ വ്യർത്ഥവാക്കുകൾക്കെല്ലാം മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ആ വ്യർത്ഥവാക്കുകൾക്കെല്ലാം അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അത് പ്രവർത്തനമുണ്ട്. എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ അബോധ മനസ്സിൽ ചെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു.